സർ, ഈ തരൂർ വീണ്ടും കോൺഗ്രസിനെതിരെ തിരിഞ്ഞിരിക്കുകയാണ്. അതായത് തരൂർ പറയുന്നത് കുടുംബവാഴ്ച, ജനാധിപത്യത്തിനെതിരെ കുടുംബവാഴ്ചയുടെ ഒരു കാര്യം കൂടി ചേർത്തുകൊണ്ടാണ് തരൂരിന്റെ പ്രസ്താവന. അത് ഭരണത്തിൽ വലിയ അതായത് ജനാധിപത്യ വ്യവസ്ഥയിൽ അത് അത്ര ശരിയുള്ള കാര്യമല്ല എന്നാണ് തരൂർ പറയുന്നത്. കുടുംബവാഴ്ച എന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ മോദിയുടെ ആരും അല്ലെങ്കിൽ BJP-യുടെ ആരും പാർട്ടിക്കകത്തുണ്ട് എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഈ അക്കവിട്ട് നിരത്തി വരുമ്പോൾ കോൺഗ്രസിനകത്ത് തന്നെയാണ് ജവഹർലാൽ നെഹ്റു, ഇന്ദിരാഗാന്ധി, രാജീവ് ഗാന്ധിയുടെ ചേട്ടൻ സഞ്ജയ് ഗാന്ധി, അത് കഴിഞ്ഞ് ഇറ്റലിക്കാരിയായ സോണിയാഗാന്ധി, പിന്നെ മകൻ, വേണമെങ്കിൽ മരുമകൻ കൂടി വരാം. ആ അവസ്ഥയിലേക്കാണ് നിൽക്കുന്നത്. അപ്പൊ കുടുംബവാഴ്ച എന്ന് ഉദ്ദേശിച്ചത് കോൺഗ്രസിനെ കുറിച്ച് മാത്രം തന്നെയാണ്. ശശി തരൂർ കോൺഗ്രസിനെ നന്നാക്കി അടങ്ങും അല്ലേ? ശശി തരൂർ കോൺഗ്രസിനെ നന്നാക്കി അടങ്ങൂ എന്നുള്ളത് ആണോ, അത് നടക്കുമോ എന്നുള്ള കാര്യത്തെ പറ്റി നമുക്ക് ബോധ്യമില്ല. പക്ഷെ ശശി തരൂര് ഇന്ത്യക്കകത്ത് ഈ പറയുന്നത് പോലുള്ള പ്രശ്നങ്ങൾ തുറന്നു പറയുന്നതിന് അല്ലെങ്കിൽ ആ പ്രശ്നങ്ങൾ പൊളിച്ചു കാണിക്കുന്നതിന് ഒരുപക്ഷെ ഇറങ്ങിയിരിക്കുന്നു എന്ന് വേണം കരുത്. കാരണം പുള്ളി പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ നമ്മുടെ താഴെ കേരളത്തിലെ മുറുക്കാൻകടയിൽ മാത്രമല്ല ചർച്ചയാകുന്നത്, ദേശീയ തലത്തിൽ വാർത്തയാകും. അദ്ദേഹം പറയുന്നതിനകത്ത് ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ കുടുംബവാഴ്ചയാണ്. ഈ കുടുംബവാഴ്ച ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കൊണ്ടുവന്നതിന് പ്രധാനപ്പെട്ട കാരണക്കാരനായിട്ടുള്ള ആൾക്കാരെന്ന് പറയുമ്പോൾ തുടക്കം മുതൽ ഒരുപക്ഷെ മഹാത്മാഗാന്ധിയുടെ തീരുമാനം മുതൽ പരിശോധിക്കുമ്പോൾ തെറ്റായ തീരുമാനമാണ്. ജനാധിപത്യത്തിൽ കൂടിയല്ല നെഹ്റു പോലും വന്നിട്ടുള്ളത്. അന്ന് കോൺഗ്രസ് ഉണ്ടായിരുന്നെങ്കിൽ, അതിനകത്തൊരു ജനാധിപത്യ സ്വഭാവം ഉണ്ടായിരുന്നെങ്കിൽ, ആ ജനാധിപത്യ സ്വഭാവം പരിശോധിക്കുമ്പോൾ അന്ന് എനിക്ക് തോന്നുന്നു അന്നത്തെ ഈ ഉരുക്കു മനുഷ്യൻ എന്ന് പറയുന്ന അദ്ദേഹം സർദാർ വല്ലഭായ് പട്ടേൽ പോലെയുള്ള നേതാക്കന്മാർ, ഒരുപക്ഷെ അദ്ദേഹവും നെഹ്റുവും ആരാവണമെന്ന് തീരുമാനിക്കുമ്പോൾ അദ്ദേഹത്തിന് 25 വോട്ട് കിട്ടുമ്പോൾ നെഹ്റുവിന് 4 വോട്ടാണ് കിട്ടി. നെഹ്റു പോയി പറഞ്ഞു, ഈ പറയുന്ന മഹാത്മാഗാന്ധി എടുത്ത് പറഞ്ഞു എനിക്ക് പ്രധാനമന്ത്രി ആയി നോക്കൂ. അന്നേരം പറഞ്ഞു ഒന്ന് മാറി നിൽക്കും. അദ്ദേഹം പറഞ്ഞനുസരിച്ച് മാറി നിന്നു, അന്ന് വന്നെന്നാണ് പറയുന്നത്. അതിനുശേഷം 17 കൊല്ലം അദ്ദേഹം ഭരിക്കുമല്ലേ. 17 കൊല്ലം ഭരിച്ചതിന് ശേഷം അദ്ദേഹം വയ്യാതായി കള ഒഴിയുമ്പോൾ ആരാ വരുന്നത്? ഇന്ദിരാഗാന്ധി അല്ലേ വരുന്നത്. ഇന്ദിരാഗാന്ധി വന്നതിന് ശേഷം അവരാദ്യമേ ചെയ്ത കാര്യം എന്താ? അവരാദ്യമേ ചെയ്ത കാര്യം എന്ന് പറഞ്ഞാൽ കോൺഗ്രസിനകത്ത് പൂർണ്ണമായ ജനാധിപത്യം ഇല്ലാതാക്കുക ചെയ്ത്. അവരാദ്യമേ ചെയ്തതെന്ന് പറഞ്ഞാൽ അവരുടെ കയ്യിലേക്ക് പാർട്ടി സംവിധാനം വരുമ്പോൾ അവർക്ക് കഴിവുണ്ട്, പ്രാപ്തിയുണ്ട്, ഒക്കെ നമുക്ക് പല കാര്യത്തിനകത്ത് നമുക്ക് അംഗീകരിച്ചു കൊടുത്തേ മതിയാകും. പക്ഷേ ഒരു സ്വേച്ഛാധിപതിയായിരുന്നു ഇന്ദിരാഗാന്ധി. അവരാദ്യമേ ചെയ്തതെന്ന് പറഞ്ഞാൽ അതുവരെ കോൺഗ്രസിന് AICC പ്രസിഡന്റ് ഉണ്ടായിരുന്നു. ഈ പറയുന്നത് പോലെ അവർ തീരുമാനിക്കുന്ന ആൾക്കാരായിരുന്നു ഓരോ സംസ്ഥാനത്തിലെ മുഖ്യമന്ത്രിമാരും അല്ലെങ്കിൽ പ്രധാനമന്ത്രി. അവർ പിന്നെ വന്നതെന്ന് പറഞ്ഞാൽ അവർ തന്നെ അവർ തീരുമാനിക്കുന്നു ആര് വേണം, എന്ത് വേണം, എങ്ങനെ വേണം, എപ്പോൾ വേണം എന്നുള്ള രീതിയിലേക്ക് തീരുമാനിക്കുന്നു. അവർക്ക് വഴങ്ങാത്തവരെ മൊത്തം അവർ അന്ന് തൊട്ട് അതുവരെ ഇപ്പം നമ്മൾ കാണുന്നുണ്ടല്ലോ BJP-യുടെ ഒരു അവസ്ഥ. ആർക്കും തൊടാൻ പറ്റാത്ത അപ്രമാദത്തിൽ നേതാക്കന്മാർ, എവിടെ നോക്കിയാലും നേതാക്കന്മാർ. തൊല്ലം ചെയ്യുമ്പോൾ ആരാണ് വലുത് ആരാണ് ചെറുതെന്ന് അറിയാൻ പറ്റാത്ത, നിരത്തി നിർത്തിയാൽ നമുക്ക് ആരാണ് നേതാവെന്ന് അറിയാൻ വയ്യാത്ത രീതിയിൽ. ഇപ്പം നമ്മൾ പറയുന്നത് മോദി, നിതിൻ ഗഡ്കരി മോശമാണ്, രാജ്നാഥ് സിംഗ് മോശമാണ്, അമിത് ഷാ മോശമാണ്, ഓരോ സംസ്ഥാനത്തിലെയും മുഖ്യമന്ത്രിമാരെടുത്ത യോഗി മോശമാണ്, ഈ പറയുന്ന അതുപോലെ ഹിമന്ത് ശർമ്മ മോശമാണ്. അപ്പോൾ ഓരോരുത്തരെയും നോക്കുമ്പോൾ അങ്ങനെ നിൽക്കുകയാണ്, നേതാക്കന്മാർ നിൽക്കുകയാണ്. ഇതുപോലെ നേതാക്കന്മാരുള്ള ഒരു പാർട്ടിയായിരുന്നു. ഈ 100 കൊല്ലത്തിൻ്റെ പാരമ്പര്യം ഇപ്പം ഒരുപക്ഷെ RSSന് പറയുമ്പോഴും അല്ലെങ്കിൽ അതിൽ കുറച്ച് പാരമ്പര്യം BJPക്ക് പറയുമ്പോഴും അതിനപ്പുറം പാരമ്പര്യമുള്ള ഒരു പാർട്ടിയാണ്. ഒരു പാർട്ടി അധികാരത്തിൽ വരുന്നതിനും ആ പാർട്ടി ഒരു രാജ്യത്തുടനീളം പടർന്നു പന്തലിക്കുന്നതിന് ഇത്രയും ദൂരവും അല്ലെങ്കിൽ ഇത്രയും കാലമൊക്കെ വേണം. ആ കാലത്തിനകത്ത് വന്ന പാർട്ടി പിന്നെ നശിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ കാരണം വരെ അതിനുശേഷം വന്ന എങ്ങനെ കുടുംബാധിപത്യമല്ലേ. ഇത് ഫോളോ അപ്പ് ചെയ്തു ഓരോ സംസ്ഥാനങ്ങളും എന്ന് പറഞ്ഞാൽ ബിജു പട്നായിക്ക് എങ്ങനെ വന്ന് ഇപ്പം തമിഴ്നാട്ടിലാരാ ഭരിക്കുന്നത്? ഇപ്പം ഇലക്ഷൻ നടക്കുന്ന ബീഹാറിലെ അവസ്ഥ എന്തോ? നിതീഷ് കുമാറിന് ഈ പറയുന്നതല്ലോ, നിതീഷ് കുമാറിന് ശേഷം ആരും ഇല്ലല്ലോ. അപ്പം ഈ പറയുന്ന ഇന്ത്യക്കകത്ത് അതുപോലെ UP-യിലെ അഖിലേഷ് യാദവിന്റെ ആരാണ് പാരമ്പര്യം. അപ്പം ഇതേ രീതിയിൽ ഈ ഫോളോ അപ്പിൽ വന്നു ഓരോ കുടുംബത്തിന്റെ പേരിൽ. അത് പ്രതിപക്ഷത്തിലായാലും ഭരണപക്ഷത്തായാലും ഈ പറയുന്ന പോലെ കുടുംബ ആധിപത്യത്തിലേക്ക് ഞാനതാ പറഞ്ഞ ബീഹാറിലെ കാര്യം. അപ്പം ഓരോരുത്തർക്ക് വന്നു. മാത്രമല്ല ഇവർ ഈ ഭരണത്തിൽ ഇരുന്നു കൊണ്ട് ഇത് ഇന്ത്യയുടെ അല്ലെങ്കിൽ ഇന്ത്യയുടെ സമ്പത്ത് ഇവരുടെ ഈ ഒരു രാഷ്ട്രീയ പാർട്ടി കൊണ്ടുപോകണമെങ്കിൽ എത്രത്തോളം പാടുണ്ട്, അല്ലെങ്കിൽ അതിന് പ്രവർത്തനത്തിന് എന്തിനു വേണ്ടി കാര്യങ്ങളുണ്ട്. അപ്പം അതിനകത്ത് അവർക്ക് പ്രവർത്തിക്കാൻ ആൾക്കാരെ താഴെ ഇല്ലാത്തൊരവസ്ഥ വന്നാൽ പോലും ആ പാർട്ടിയെ പ്രവർത്തിപ്പിക്കാൻ ആവശ്യമായ ഫണ്ടുകളും റിസോഴ്സുകളും ഈ പറയുന്നത് പോലെ ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ നമ്മുടെ സാധാരണക്കാരൻ്റെ കൊടുക്കുന്ന ടാക്സ് അല്ലെങ്കിൽ കരം കൊടുക്കുന്ന പൈസ എടുത്ത്
ഈ അഴിമതി നടത്തി ലലു വന്നിട്ട് നമ്മൾ ആദ്യമേ കേട്ട ഈ പറയും ഇപ്പം ബീഹാറിൽ ഇലക്ഷൻ നടക്കുന്ന ആൾക്കാർ അവിടെ ആര് വന്നിട്ട് അന്നത്തെ കാലത്ത് 1800 കോടി രൂപയുടെ അഴിമതിയാണ് നമ്മളൊക്കെ തലയ്ക്ക് കൈവച്ചു പോയി. അതിനുശേഷം പിന്നെ സോണിയാഗാന്ധി നേതൃത്വം കൊടുത്ത UPA ഗവൺമെന്റ് കാലത്ത് ലക്ഷക്കണക്കിന് കോടി രൂപയുടെ പല അഴിമതികളും നമ്മൾ കണ്ടതാണ്. അപ്പൊ പിന്നെ അതൊക്കെ നമ്മൾ പിന്നെ രാജീവ് ഗാന്ധി പ്രധാനമന്ത്രി ഉണ്ടായിരുന്നു. അപ്പം അത് ഇദ്ദേഹം ഇപ്പൊ പറയുന്നു ഇതാണ് ഇവിടുത്തെ കുഴപ്പം. ഏറ്റവും അവസാനം അയാൾ പറയുന്നത് പറഞ്ഞാൽ ഈ സ്വഭാവത്തിൽ നേതാക്കന്മാരെ തീരുമാനിച്ച് രാജ്യത്തെ നയിക്കുന്നതിന് വേണ്ടി രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാരുണ്ടായാൽ ആ കഴിവില്ലാത്തവനും വരും. കഴിവില്ലാത്തവൻ വന്നാൽ കുണം പിടിക്കത്തില്ല. ആരുടെ കാര്യം പറഞ്ഞു? രാഹുൽ ഗാന്ധി വന്നാൽ കുണം പിടിക്കത്തില്ല. അതാ കോൺഗ്രസ് കുണം പിടിക്കാത്തത്. അപ്പൊ അതിനുള്ള സാർ ഒരു കാര്യം ചോദിക്കട്ടെ, ഈ പിന്നെ ഈ താഴെത്തട്ടിൽ നിന്ന് വരുന്നവർക്ക് കുറച്ചുകൂടി ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെല്ലാനും അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാനും കഴിയും. ഇപ്പൊ നരേന്ദ്രമോദി ചായക്കടക്കാരനായിരുന്നു. അപ്പം കുറേയൊക്കെ താഴെത്തട്ടിൽ നിന്ന് വന്ന ഒരാളാണ്. പിന്നെ RSS നിന്ന് പ്രവർത്തിച്ചു, പിന്നെ ഗുജറാത്ത് മുഖ്യമന്ത്രിയായി. അവിടെ നിന്നാണ് അദ്ദേഹം പ്രധാനമന്ത്രി പദത്തിലേക്ക് നടന്നു കയറിയത്. ഇപ്പൊ രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം ഈ ആളുകൾ പറയുന്നത് പോലെ സ്വർണ്ണക്കരണ്ടിയുമായി ജനിച്ചവരാണ്. ഇവർക്കൊരു ജാഥ വിളിച്ചോ അല്ലെങ്കിൽ ഒരു പിന്നെ എന്തെങ്കിലും ഒരു പ്രശ്നത്തിൽ പങ്കെടുത്തോ അതിൽ പരിഹരിച്ചോ ഒന്നും ഇവർക്കൊരു പിന്നെ ഇതില്ല. ഒരു അത്തരത്തിലുള്ള പ്രശ്ന പരിഹാരങ്ങളിലൊന്നും ഇവർ ചെന്ന് പെട്ടിട്ടില്ല. ജനിച്ചപ്പോൾ അച്ഛൻ പ്രധാനമന്ത്രി, മുത്തശ്ശിയും പിന്നെ അപ്പൂപ്പൻ ഇവരൊക്കെ രാജ്യം ഭരിക്കുന്നു. അത് കഴിഞ്ഞാൽ നമ്മളാണ്, അമ്മയ്ക്ക് ശേഷം ഞാൻ, എനിക്ക് ശേഷം അനിയൻ, അങ്ങനെ ആ ഒരു ലെവലിലേക്ക് പോകുന്നു. അപ്പൊ ഇത് പാർട്ടിക്കകത്ത് തന്നെ ചോദ്യം ചെയ്യപ്പെടേണ്ടതല്ലേ? പാർട്ടിക്കകത്ത് ചോദ്യം ചെയ്യപ്പെടുന്ന ആൾക്കാർ വന്നാൽ അവർ പാർട്ടിക്കകത്ത് ഇല്ലാതാവുന്ന ഒരു അവസ്ഥ വരും. ഈ പറയുന്ന പോലെ ഇന്ദിരാഗാന്ധി വന്നതിന് ശേഷം ഇതിന് പ്രധാനപ്പെട്ട പല നേതാക്കന്മാരും അതിനകത്ത് ഇല്ലാതായത് എങ്ങനെയാണ്? നിങ്ങൾ ഈ പറയുമ്പോൾ ഈ പാർട്ടിക്കകത്ത് കോൺഗ്രസിനകത്തും ഇപ്പം നമ്മൾ വിചാരിക്കുന്നത് നിങ്ങൾക്കാർക്കും അറിയാമെന്ന് ചരിത്രമുണ്ട്. പശ്ചിമ ബംഗാൾ മമതാ ബാനർജി ഉണ്ടായെങ്ങനെ? മമതാ ബാനർജി സ്വന്തം നിലപാട് നമ്മൾ എപ്പോഴും പറയുമ്പോൾ അവർക്ക് ഈ അഴിമതിക്കാരിയല്ല ഇപ്പോഴും മുഖ്യമന്ത്രിയായിട്ടിരിക്കുമ്പോൾ 1 രൂപയുടെ പൈസ അവരുടെ ശമ്പളത്തിൽ നിന്ന് അല്ലെങ്കിൽ അവരുടെ കാര്യത്തിന് ഉപയോഗിക്കുന്നില്ല. അവരുടെ പുസ്തകത്തിൻ്റെയും പാട്ടിൻ്റെയും മറ്റിൻ്റെയും റോയൽറ്റി വെച്ച് അവർ ജീവിക്കുന്നത്. അതുപോലെ അഴിമതി ഇല്ലാത്ത ജനങ്ങളുടെ ഇടയ്ക്ക് സാധാരണ ഒരു കുടുംബത്തിൽ നിന്ന് വന്ന് ഇതുവരെ കല്യാണം പോലും കഴിച്ചിട്ടില്ലാത്ത ആ സ്ത്രീ ആ സംസ്ഥാനത്ത് അവരുടെ നിലപാടുമായിട്ട് പോയപ്പോൾ അവരെ അതിനകത്തുനിന്ന് പുറത്താക്കുന്നതിന് വേണ്ടി സോണിയാഗാന്ധിയെ ശ്രമിച്ചത് മനസ്സിലാകുന്നുണ്ടോ? ഇതുപോലെ പുറകോട്ട് പരിശ്രമിച്ചു. ശരത് പവാറിന് എങ്ങനെയാണ് കോൺഗ്രസിന് വെളിയിൽ പോയത്? ഓരോ സംസ്ഥാനത്തും നിങ്ങൾ പരിശോധിക്കുക, കോൺഗ്രസ് എങ്ങനെയാണ് നശിച്ചത്? കോൺഗ്രസിനകത്ത് ഈ അപ്രമാദിത്വത്തെ ചോദ്യം ചെയ്തിട്ടുള്ള ഒരാളും കോൺഗ്രസിനകത്ത് നിന്നിട്ടില്ല. അതായത് അവരുടെ നെഹ്റു കുടുംബത്തിൻ്റെ വാഴ്ച, അവരുടെ തീരുമാനങ്ങൾ, അവരുടെ പോക്ക്, അതിനെ ചോദ്യം ചെയ്യുന്ന ഒരാളും കോൺഗ്രസിന്. അങ്ങനെ കോൺഗ്രസ് നയിച്ചത്. കോൺഗ്രസ് ഒരു സുപ്രഭാതത്തിൽ നയിച്ചതല്ല. ഇപ്പം ധന്യ ചോദിച്ചതുപോലെ താഴെത്തട്ടിൽ നിന്ന് വരികയും ജനങ്ങളിലേക്ക് സ്വാധീനം ഉള്ള ആളും അല്ലെങ്കിൽ പൊതുജനത്തിന്റെ വികാരം അറിയുന്ന ആളും രാജ്യത്തിന്റെ വികാരം അറിയുന്ന ആളും അത്തരത്തിൽ തീരുമാനമെടുത്ത് മുന്നോട്ട് പോകുന്ന ജനസമ്മതിയുള്ള ഒരാൾ വന്നു കഴിഞ്ഞാൽ അയാളെ നോട്ട് ചെയ്ത് അയാളെ ഒന്നുമില്ലെങ്കിൽ പോലും അയാളുടെ കാരണങ്ങൾ ഉണ്ടാക്കി അല്ലെങ്കിൽ ആ പാർട്ടിക്കകത്ത് പ്രവർത്തിക്കാൻ അവസരം ഇല്ലാതാക്കി പോകുന്ന ഒരു അവസ്ഥ ഉണ്ട്. ഇപ്പൊ ശശി തരൂർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ചോദിച്ചോട്ടെ, നമ്മൾ നിഷ്പക്ഷമായിട്ടൊക്കെ ചിന്തിച്ച് കഴിഞ്ഞ പ്രാവശ്യം AICC പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് വളരെ കാലമായിട്ട് വന്നു. AICC തെരഞ്ഞെടുപ്പ് നടത്തുമ്പോൾ ശശി തരൂരാണോ ഈ പറയുന്ന ഗാർഗയാണോ AICC പ്രസിഡന്റ് ആയിട്ടിരിക്കാൻ യോഗ്യൻ? ശശി തരൂർ. ആരും ചോദിച്ചപ്പോൾ എന്താ ശശി തരൂരിനെ AICC പ്രസിഡന്റ് ആയിട്ട് തീരുമാനിക്കാൻ? ശശി തരൂരിനെ AICC പ്രസിഡന്റ് ആയിട്ട് തീരുമാനിച്ചാൽ നാളെ കാലത്തെ പൊതുജനം പറയും നാളെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ട് ഈ പറയുന്ന നരേന്ദ്രമോദിക്കെതിരെ നിൽക്കാൻ കൊള്ളാവുന്ന ഏറ്റവും ഉചിതമായിട്ടുള്ള ഒരു കാൻഡിഡേറ്റ് കോൺഗ്രസിൽ നിന്നുണ്ടെങ്കിൽ അത് ശശി തരൂരാണെന്ന് പറയും. അപ്പൊ എങ്ങനെയാ രാഹുൽ ഗാന്ധി കോൺഗ്രസിന്റെ പ്രധാനമന്ത്രിയാകുന്നത്? അപ്പൊ ആ രീതിയിലേക്കുള്ളൊരു ഫോർമാറ്റ് അല്ലെങ്കിൽ ഈ പറയുന്ന ഇവിടെ എല്ലാം വലിയ ന്യായമൊക്കെ പറഞ്ഞിട്ട് വലിയ കാര്യമൊക്കെ പറയുന്ന സതീശൻ എന്ന് പറയാമോ ഇന്ന് ശശി തരൂർ പറഞ്ഞ കാര്യം ശരിയാണ്, ശശി തരൂർ പറഞ്ഞ കാര്യം ശരിയാണെന്ന് പറയാം, ശശി തരൂർ നാളെ അതിനകത്ത് കാണും. അതുപോലെ മാത്രമല്ല ഇത് നമ്മൾ വിചാരിക്കുന്ന പോലെയാണോ? ഒരു വലിയ കൊള്ളസംഘമല്ലേ പരിശോധിക്കുമ്പോൾ? ഈ കാലാകാലങ്ങളായിട്ട് നെഹ്റു തൊട്ട് ഇങ്ങോട്ട് ഇന്ദിരാഗാന്ധി തൊട്ട് ഇങ്ങോട്ട് പുറകോട്ട് പരിശോധിക്കുമ്പോൾ നെഹ്റു ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് നമുക്കിത് വലിയ വ്യക്തത ഇല്ലെങ്കിൽ അതിനുശേഷം രാജീവ് ഗാന്ധിയുടെ കാലം എന്താ സംഭവിച്ചത്? ഈ പറയുന്നത് ശശി തരൂർ തുറന്നു പറയാൻ തുടങ്ങിയാൽ പല കാര്യം തുറന്നു പറഞ്ഞല്ലോ. അടിയന്തരാവസ്ഥക്കാലത്ത് ഈ മഹാത്മാഗാന്ധിയുടെ നിലപാടിനെ പറ്റി പോലും ശശി തരൂർ പറയട്ടം പറഞ്ഞു. മഹാത്മാഗാന്ധിയുടെ നിലപാട്, അദ്ദേഹം എടുത്ത നിലപാട് നമ്മൾ എപ്പോഴും പറയുമ്പോൾ ചില കാര്യത്തിനകത്ത് ഇന്ത്യ വിരുദ്ധതയായിരുന്നു, ഇവിടുത്തെ ചില പ്രത്യേക സമുദായത്തിന് വേണ്ടിയായിരുന്നു. സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം അദ്ദേഹം എടുത്ത പല നിലപാടുകളും ഒരുപക്ഷെ പാകിസ്ഥാൻ എടുത്ത നിലപാടുകൾ ഒക്കെ ഈ പറയുന്നത് പോലെ ഇന്ത്യക്ക് യോഗ്യമല്ലായിരുന്നു. അത് അംഗീകരിച്ചു കൊടുക്കുന്നതിന് വേണ്ടി അടിയന്തരാവസ്ഥ കാലത്തെ പറ്റി പുള്ളി പറഞ്ഞില്ലേ നേരത്തെ? കോൺഗ്രസിന്റെ നിലപാടുകളെ പറ്റി പറഞ്ഞു. കോൺഗ്രസ് ഇതെല്ലാം BJP പറയുന്ന കാര്യങ്ങളല്ലേ? BJP പറയുന്ന കാര്യങ്ങൾ അതേപടുത്തി അല്ലെങ്കിൽ വ്യക്തത വരുത്തി കൃത്യത വരുത്തി ഇദ്ദേഹം പറയുന്നില്ല. ഏറ്റവും അവസാനം ഈ കാര്യം പറഞ്ഞു. ഇതിനകത്ത് വേറെ കാര്യം ഇനി തുറന്നു പറയും. അല്ലെങ്കിൽ ശശി തരൂരിന്റെ കാര്യം തുറന്നു പറഞ്ഞാൽ ഇതിനകത്ത് സോണിയാഗാന്ധിയുടെ റോൾ എന്താണ്? സോണിയാഗാന്ധി നമ്മൾ പരിശോധിക്കും. സോണിയാഗാന്ധി ഒരു സുപ്രഭാതത്തിൽ രാജീവ് ഗാന്ധിയുടെ ഭാര്യയായിട്ട് വരുന്നു. ഇവർക്ക് എന്തായിരുന്നു ജോലി?
രാജീവ് ഗാന്ധി എന്ന് പറയുന്ന വ്യക്തിക്ക് ഇത്തരത്തിൽ ആർക്കും ആരെയും പ്രേമിക്കുക അല്ലെങ്കിൽ കല്യാണം കഴിക്കുക, സോണിയാഗാന്ധി പോലെ സോണിയാഗാന്ധി എന്തോ ഡയാന രാജകുമാരിയുടെ ഒരു സുന്ദരിയല്ലോ ആയിരുന്നു. രാഹുൽ ഗാന്ധി നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടോ? രാജീവ് ഗാന്ധി നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടോ? ഞാൻ എൻ്റെ വീട്ടിൽ പണ്ട് ഇലക്ഷൻ പ്രചരണത്തിന് വരുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഒരു ഫോട്ടോയും കൂടെ കോൺഗ്രസ്സുകാർ കൊണ്ടുവരും. നമുക്ക് ആ ഫോട്ടോ കൊണ്ടുവന്ന് കണ്ട ആ ഫോട്ടോ എടുത്ത് കളയാൻ പറ്റത്തില്ല. ഇദ്ദേഹത്തിന്റെ മുഖത്ത് നോക്കിയാൽ സൂര്യ ഉജ്ജ്വലിരിക്കുക, ചുമ എന്തൊരു സൗന്ദര്യമോ. ആ മനുഷ്യന്റെ ഭാര്യയായിട്ട് ഇവർ വന്നു, ഇറ്റലിക്കാരിയായിട്ട് ഇവർ വരുന്നു. ഇവരുടെ പുറകോട്ടുള്ള കാര്യം പലപ്പോഴും നമ്മൾ നോക്കും, ഇവരേതോ സപ്ലയർ ആയിരുന്നു, അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റിലെ ബാർ ഡാൻസർ ആയിരുന്നു എന്നൊക്കെ പറയുന്നു. അത്തരത്തിലൊരു സ്ത്രീയെ പ്രേമിക്കത്തക്കോണം അല്ലെങ്കിൽ അത്തരത്തിൽ സ്ത്രീയെ സ്വന്തമാക്കത്തക്കോണം ഉള്ള ഒരാൾ, അല്ലെങ്കിൽ ആ നിലവാരത്തിൽ ചിന്തിക്കുന്ന മാനസികാവസ്ഥയുള്ള ഒരാളൊന്നും അല്ലായിരുന്നല്ലോ രാജീവ് ഗാന്ധി. അപ്പൊ ഇവരെ കല്യാണം കഴിപ്പിച്ച് കൊടുക്കുന്നതിനകത്ത് പോലും അന്ന് അല്ലെങ്കിൽ അതിനകത്ത് ഇടപെടിയിൽ അതിനകത്തൊരു കുരുക്ക് ഉണ്ടായിരുന്നു എന്ന് വാർത്തകൾ വരുന്നുണ്ട്. അതെനിക്കറിയാമോ? അതായത് അത് വെച്ചിട്ട് വിദേശ ശക്തികൾ യൂറോപ്യൻസിന് അല്ലെങ്കിൽ അമേരിക്കൻസിന് നമ്മുടെ ഈ കാര്യത്തിനകത്ത് നേരിട്ട് ഇടപെടുന്ന ഒരു ആക്സസ് മനസ്സിലാവുന്നുണ്ടോ? അല്ലെങ്കിൽ ഇപ്പം നാളെ കാലത്തെ ഈ പറയുന്നത് അവരുടെ ഭാഗമല്ലാതെ നിൽക്കുന്ന ഒരു ഭരണ സംവിധാനം വന്നാൽ, അല്ലെങ്കിൽ ഏതെങ്കിലും കാരണവശാൽ വന്നാൽ, അല്ലെങ്കിൽ അങ്ങനെ വരാതിരുന്നാൽ പോലും, ഇടപെടിയിലുണ്ടെങ്കിൽ പോലും, ഇപ്പം രാജീവ് ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആവുമല്ലോ ഇത് വെച്ചിട്ട്, അന്നേരം അയാളുടെ ഭാര്യയ്ക്ക് എത്തരത്തിൽ ഇതിനകത്ത് ഇടപെടാൻ പറ്റും? ആ രീതിയിലേക്ക് ഇത് ഉപയോഗിച്ചു എന്ന് പറയാം. അതാണ് ഈ ബോഫോഴ്സ് തോക്കുടപാടിനകത്ത് നമ്മൾ കണ്ടത്. ബോഫോഴ്സ് തോക്കുടപാടിനകത്ത് കൊത്രവച്ചി എന്ന് പറയുന്ന അയാള് പ്രതിയായിട്ട് വന്നല്ലോ. അല്ലെങ്കിൽ ഈ ഹിന്ദുജ സഹോദരന്മാർ അത്തരത്തിൽ വലിയൊരു അഴിമതിയായിരുന്നല്ലോ. അഴിമതി വച്ചാണ് ഈ അന്ന് ഭരണം കയ്യിൽ നിന്ന് പോകുന്നത്. അതിനുശേഷം വീണ്ടും കോൺഗ്രസ് അധികാരത്തിൽ വന്നു. അതിന്റെ അന്വേഷണമൊക്കെ നമുക്കറിയാമല്ലോ ഏതൊക്കെ രീതിയിൽ നടക്കും, അല്ലെങ്കിൽ നടത്തും, അല്ലെങ്കിൽ ആര് നിയന്ത്രിക്കുന്നു, അത് തെളിവില്ലാതെ പോയി. പക്ഷെ അന്ന് ഉണ്ടാക്കിയ കമ്മീഷനും അന്ന് ഈ ഒരു ബന്ധവും ഇവർക്ക് ആ വ്യക്തിയുമായിട്ടുള്ള നമ്മളീ പറയുമ്പോൾ ആ നേരല്ലാത്ത ഒരു ബന്ധം വരെ പിന്നെ ചർച്ചയായി. കൊത്രവച്ചി എന്ന് പറയുന്ന സോണിയാഗാന്ധിക്ക് അല്ലെങ്കിൽ അത്തരത്തിൽ ബന്ധമുണ്ടായിരുന്നു പറഞ്ഞു. അപ്പൊ അതിനെപ്പറ്റിയൊക്കെ തുറന്നു പറഞ്ഞാൽ ഇവരിപ്പോഴും അന്നും ഇന്നും ഇന്ത്യയുടെ ഭരണത്തിൽ, അല്ലെങ്കിൽ ഇന്ത്യയുടെ ഭരണം നിയന്ത്രിക്കുമ്പോൾ, ഇന്ത്യയുടെ ഭാഗമായിട്ട് നിൽക്കുമ്പോൾ, ഇപ്പോഴത്തെ ഒരു കോൺഗ്രസ് പാർട്ടിയുടെ ഭാഗമായിട്ട് ഇപ്പോഴും നിൽക്കുമ്പോൾ, നാളെ കാലത്ത് ഏതെങ്കിലും ഒരു പാർട്ടി BJP മാറിയാൽ അധികാരത്തിൽ വരാൻ ഇപ്പോഴും സാധ്യതയുള്ള കോൺഗ്രസിന്റെ ഭാഗമായിട്ട് നിൽക്കുമ്പോൾ, ഇവര് ഇന്ത്യയുടെ ഭാഗമായിട്ട് എന്ന് പറയുമ്പോൾ, ഇന്ത്യയുടെ അല്ലെങ്കിൽ ഈ ഇന്ത്യക്കാരിയായിട്ട് നിൽക്കുമ്പോൾ, ഇന്ത്യയുടെ നമ്മുടെ മെമ്പർഷിപ്പ് അല്ലെങ്കിൽ ഉള്ളപ്പോൾ, അല്ലെങ്കിൽ ഒരു ഇന്ത്യക്കാരി അല്ലെങ്കിൽ പൗരത്വം ഉള്ളപ്പോൾ ഇവർ ഡബിൾ ഏജന്റ് എന്ന് പറയുന്നത്. ഇവർക്ക് ഇപ്പോഴും ഇറ്റലിയിൽ ഇവിടെ ഇത് ഉപേക്ഷിച്ചിട്ടില്ലെന്നാണ് പറയുന്നത്. നമ്മുടെ ഇത് വെച്ചിട്ട് ഈ രാജ്യത്തിന് വേറെ രാജ്യത്തിന്റെ ഈ അംഗത്വം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ പൗരത്വം ഉണ്ടെങ്കിൽ ഇവിടെ നടക്കത്തില്ല. പക്ഷെ എന്തുകൊണ്ട് തെളിയിക്കാൻ പറ്റുന്നില്ല, എന്തുകൊണ്ട് വ്യക്തവരുത്താൻ പറ്റുന്നില്ല? ആ രാജ്യവും ഇവരുമായിട്ടുള്ള ബന്ധം, ആ രാജ്യത്തിന് ഇവരിവിടെ നിർത്തേണ്ടതായിട്ടുണ്ട് എന്നുള്ള രീതിയിലുള്ള കാര്യം. കാരണം ഇപ്പം ഇവിടുത്തെ ഈ പ്രശ്നം വെച്ചിട്ട് നമ്മൾ എങ്ങനെയാ പരിശോധിക്കുന്നത്? ഇറ്റലി ചെന്നിട്ട് ചോദിക്കുക സോണിയാഗാന്ധിക്ക് ഇവിടുത്തെ അംഗത്വമുണ്ടോ, പൗരത്വമുണ്ടോ? അവർ പറയും സോണിയാഗാന്ധിക്ക് ഇല്ല. ഉണ്ടെങ്കിൽ തന്നെ അവർ രഹസ്യമായിട്ട് വയ്ക്കും. രാഹുൽ ഗാന്ധിക്ക് ഉണ്ടോ, ബ്രിട്ടീഷ് പൗരത്വം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ബ്രിട്ടീഷ് അവിടെ ചെന്ന് ചോദിക്കുമ്പോൾ രാഹുൽ ഗാന്ധിയെ അവരുടെ ഏജന്റായിട്ട് ഇവിടെ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ അവർ പറയും ഉണ്ടെന്ന്. അപ്പം ഈ പലവട്ടം ഈ ഒരു വിഷയം വരുമ്പോൾ, കോടതിയിൽ നിൽക്കുമ്പോൾ, തെളിവുകൾ നിരത്തുമ്പോൾ ഒക്കെ ഇതിനകത്ത് ദീർഘമായിട്ടുള്ള പരിശോധന കേന്ദ്ര ഗവൺമെന്റ് ഭാഗത്തു നിന്നും അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഏജൻസിയിൽ വരുമ്പോൾ ആ രാജ്യമായിട്ട് ആണല്ലോ ചോദിക്കേണ്ടത്. നിങ്ങൾ ഒരു പറയില്ലെന്ന് പറയും. എന്താണെന്ന് അവരെ ഇവിടെ ഉപയോഗിക്കേണ്ടതായിട്ടുണ്ട്, രാജ്യത്തിനെതിരെ നിർത്തേണ്ടതായിട്ടുണ്ട്, അല്ലെങ്കിൽ അത്തരത്തിൽ ഡബിൾ ഏജന്റായിട്ട് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ ആ രീതിയിലെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവരായിട്ടുണ്ട്. അതുകൊണ്ട് അതുപോലെ തന്നെ ഈ ഇപ്പോഴും സോണിയാഗാന്ധി താമസിക്കുന്ന വീട് ഏതാ പറയുക, നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി താമസിക്കുന്ന വീടിനെക്കാട്ടിൽ സ്പേസ് ഉള്ള വീടാ. എന്ന് കൊടുത്ത വീടാ? രാജീവ് ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് അനുവദിച്ച വീട് അവർ ഇതുവരെ ഒഴിഞ്ഞു കൊടുത്തിട്ടില്ല. അതിനകത്ത് പള്ളി വരെ ഉണ്ടെന്നാണ് പറയുന്നത്. അതിനകത്ത് പള്ളി എന്ന് വെച്ചാൽ 1.5 ലക്ഷം സ്ക്വയർ ഫീറ്റാ. ഏതാണ്ട് ലുലു മാളിൻ്റെ അത്രയൊക്കെ വരും. മനസ്സിലാകുന്നുണ്ടോ? ആ രീതിയിലേക്ക്. അപ്പം ഈ ആനുകൂല്യങ്ങൾ മൊത്തവും, അല്ലെങ്കിൽ ഇതുപോലെ ഇതിനകത്ത് അഴിമതി എത്ര? അന്നത്തെ കാലത്ത് 1470 കോടി രൂപ വായ്പ ഇടപാടിനകത്ത് മൊത്തം അഴിമതിക്കകത്ത് കമ്മീഷൻ മേടിച്ചുകൊണ്ടിരിക്കുന്ന ഇവരാണ്. ഇപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ അല്ലെങ്കിൽ ഭാര്യയായിട്ടിരുന്ന സോണിയാഗാന്ധി അതിനകത്ത് ഇറ്റലിയുമായിട്ടുള്ള ഇതുപോലൊരു വ്യവസായമായിട്ട് ബന്ധമുണ്ടാക്കി തോക്കിടപാട്, ബോഫീസ് തോക്കട് ഒക്കെ നമുക്ക് പിന്നെ പ്രയോജനം ചെയ്തു, അല്ലെങ്കിൽ അത് ഗുണം ചെയ്തു എന്ന് പറയുമ്പോൾ അതിനകത്ത് ആ ഇടപാടിനകത്ത് നടക്കുന്ന അഴിമതി അത് പിന്നെ ദീർഘമായിട്ട് ഇങ്ങോട്ട് പരിശോധിക്കുമ്പോൾ ഇവർ പല ഇടപാടുകളൊക്കെ നടത്തുമ്പോൾ അതിനകത്ത് കിട്ടുന്ന കമ്മീഷൻ ആര് ഉപയോഗിക്കുന്നു? ഈ പറയുന്ന കോൺഗ്രസ് പാർട്ടി ഉപയോഗിക്കുന്നു. ഏറ്റവും അവസാനം ഈ പറയുന്ന പ്രിയങ്ക ഗാന്ധിയുടെ മരുമകൻ കോടാനുകോടി രൂപ മേടിക്കുന്നത് അയാളായിരുന്നു അതിൻ്റെ എൻ്റെ. ഇപ്പം പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവ് റോബർട്ട് വധേര ഇപ്പൊ തന്നെ കുടുംബവാഴ്ച എന്ന് പറയുന്നത് പ്രിയങ്ക ഗാന്ധി എങ്ങും MP ആവാൻ സാധ്യതയില്ല. അത് കേരളത്തിൽ കൊണ്ടുവന്നിട്ട് ചിന്താബാ വിളിച്ചിട്ട് MP ആയിരുന്നു.
അതിനുശേഷം അവിടെ മക്കളെ ഒരുക്കുക, മക്കളെ പേര് മാറ്റി ഒരുക്കുക, കൊണ്ടുവന്നു. എന്നാൽ ഇവർ മാറിക്കഴിഞ്ഞാൽ ഇവർ ഇനി അടുത്ത പ്രാവശ്യം ഇവിടെ MP ആയിട്ടുള്ള ലേബലിൽ ഏതെങ്കിലും ഷുവർ സീറ്റ് പിടിച്ചിട്ട് അടുത്ത മോനെ ഇവിടെ നിർത്തും. ആ രീതിയിലേക്കുള്ള ആൾക്കാർ, അതായത് ഈ കുടുംബാധിപത്യത്തെ അല്ലെങ്കിൽ പണാധിപത്യത്തെ ഒബേ ചെയ്യുന്ന, അത്തരത്തിൽ അംഗീകരിച്ചു കൊടുക്കുന്ന പഴയ ഒരു സിസ്റ്റം, ആ സിസ്റ്റത്തിൽ നിന്ന് ഇന്ത്യ മഹാരാജ്യത്തെ മാറ്റുന്നതിന് പോലും നെഹ്റു കുടുംബം മാറിയിരുന്നില്ല, അല്ലെങ്കിൽ ഇന്ത്യയെ അത്തരത്തിൽ പുരോഗതിയിലേക്ക് നയിക്കാൻ അവർ ആഗ്രഹിച്ചിരുന്നില്ല എന്നാണ് ശശിധരന്റെ ലേഖനത്തിൽ പറയുന്നത്. അതായത് രാജാവ് വന്നു, നമുക്ക് അവർ വോട്ട് ചെയ്യാം, അല്ലെ ചായക്കടക്കാരൻ വോട്ട് ചെയ്യുന്നതിനെക്കാട്ടി നല്ലത് ഇവിടെ എങ്ങനെ പ്രിയങ്കാ ഗാന്ധി വന്ന്, പ്രിയങ്കാ ഗാന്ധി വരുമ്പോഴത്തേന് അയ്യോ എന്താ കണ്ടോണ്ടാ വോട്ട് ചെയ്യുന്നത്, പ്രിയങ്കാ ഗാന്ധി കുഴപ്പമില്ല, കാണാൻ ചെന്നിരിക്കുക, ഈ ഇന്ദിരാഗാന്ധിയുടെ മോള, മൂക്കുണ്ട്, നാക്കുണ്ട്, നാക്കില്ല മൂക്കുണ്ട്, അല്ലെങ്കിൽ മുഖമുണ്ട്, മറ്റൊരാൾക്ക് പറഞ്ഞ് വോട്ട് ചെയ്യും. അപ്പൊ ആ ഒരു അവസ്ഥയിൽ നിന്ന് പോലും അത്തരത്തിൽ ചിന്തിക്കാൻ പറ്റുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് പോലും ജനത്തെ വളർത്തിയെടുക്കുന്നതിന് വേണ്ടി പോലും ശ്രമിക്കാത്ത ഭരണാധികാരികൾ. അതിന്റെ അർത്ഥം എന്താണെന്നറിയോ? അത്രയ്ക്ക് താഴെത്തട്ടിൽ ഇട്ടാൽ മാത്രമേ ഈ പറയുന്ന ആൾക്ക് വീണ്ടും വീണ്ടും അധികാരത്തിൽ വരാൻ സാധിക്കത്തുള്ളൂ. അതിനൊക്കെ ഒരു വ്യത്യാസം വരുത്തുന്നു. അപ്പൊ ഇപ്പം ഇദ്ദേഹത്തെ പുറത്താക്കട്ടെ, അതാ പുള്ളി പറയും ഞാൻ കോൺഗ്രസ് എന്നെ ഒന്ന് പുറത്താക്ക്. എന്താ പുറത്താക്കാത്തത്? പുറത്താക്കിയാൽ എന്ത് കാരണം കൊണ്ട് പുറത്താക്കി? നേരത്തെ അദ്ദേഹത്തെ പുറത്താക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. എന്താ പറഞ്ഞത്? സിന്ധൂരിന്റെ അഭിപ്രായം ഞാൻ ഇന്ത്യയുടെ കൂടാന്ന് പറയുന്ന ഒരു കോൺഗ്രസ്സുകാരനെ പുറത്താക്കി. അപ്പൊ കോൺഗ്രസ് ആരുടെ കൂടായി? പാകിസ്ഥാന്റെ കൂടായി. ഇപ്പൊ ഈ പറയുന്നതിനകത്തും തെറ്റുണ്ടോ? ബീഹാർ ഇലക്ഷൻ നടക്കുക, ലാലു പ്രസാദ് യാദവിന്റെ മോനും ഈ പറയുന്ന കുളത്തിച്ചാടുന്ന രാഹുൽ ഗാന്ധിയും കൂടെ അവിടെ നിന്നിട്ട് ഇലക്ഷൻ നേരിടുമ്പോൾ ഇവർ 2 കോടാനുകോടി രൂപയുടെ അഴിമതിക്കാരാണ്. ഇവർ ഈ പറയുന്നത് പോലെ ഈ കുടുംബവാഴ്ചയുടെ ആൾക്കാരെന്ന് പറയുമ്പോൾ എന്താ അല്ലെന്ന് പറയാൻ പറ്റുമോ? അല്ല ലാലുവിൻ്റെ മോനല്ല എന്ന് തേജസ്വി യാദവിന് പറയാനൊക്കൂ. അപ്പോൾ അവിടുത്തെ ജനം മനസ്സിലാക്കട്ടെ, ഇതെന്താണ് ഇവിടെ നടക്കുന്നത്? ജനാധിപത്യമാണോ കുടുംബാധിപത്യമാണോ? ഈ പറയുന്നത് പോലെ ഈ BJPയെയും ഇവിടുത്തെ അല്ലെങ്കിൽ നരേന്ദ്രമോദിയെയും അല്ലെങ്കിൽ യോഗി ആദിത്യനാഥിനെയും ഒക്കെ എതിർക്കുന്നവർ മനസ്സിലാക്കേണ്ടത് അവർക്ക് പുറകിൽ ഒരു തുണിസഞ്ചി മാത്രമേ ഉള്ളൂ. അവർ പോകുമ്പോൾ അവരുടെ കൂടെ ഒരു തുണിസഞ്ചി മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ യോഗിയെ പറ്റി പറയുമ്പോൾ മുഖ്യമന്ത്രിയായിട്ടിരിക്കുമ്പോൾ അയാൾ ഇപ്പോഴും കിടന്നുറങ്ങുന്ന ഒരു സാധാരണ പാൻ്റെ കൂടെ കയറി വരിഞ്ഞ കട്ടിലേലുമാണ്. ഇതൊക്കെ ഇവർക്ക് സാധ്യമാകും. ഇത് ചർച്ചയാവണം. അത് ചർച്ചയാക്കുന്നതിന് വേണ്ടിയാണ് പുള്ളി കൊണ്ടുവരുന്നത്. ഞാൻ കോൺഗ്രസ്സാണ്, പക്ഷെ കോൺഗ്രസ് ഇങ്ങനെ ആവരുത്, ഇങ്ങനെയല്ല കോൺഗ്രസ്, ഇങ്ങനത്തെ കോൺഗ്രസിനെ അല്ല ജനം ആഗ്രഹിച്ചത്. സോണിയാഗാന്ധിയെപ്പോലെയും രാഹുൽ ഗാന്ധിയെപ്പോലെയും ഡബിൾ ഏജന്റായിട്ട് നിൽക്കുന്ന ആൾക്കാരല്ല കോൺഗ്രസിൽ ഉണ്ടാവേണ്ടത്. ഇവിടുത്തെ സ്വാതന്ത്ര്യ സമരത്തിന് ഏറ്റവും ആക്കം കുട്ടി എന്ന് വിചാരിക്കുകയും ഇന്ത്യയെ നിർമ്മിച്ചതെന്ന് വിചാരിക്കുകയും ഒക്കെ തെറ്റിദ്ധരിച്ചും കൂടെ നിൽക്കുന്നവർക്ക് കോൺഗ്രസ് എന്താണെന്നുള്ള കാര്യം വളരെ കൃത്യതയോടും വ്യക്തതയോടും കൂടി പറഞ്ഞു കൊടുക്കുന്ന ഒരു തരൂർ. അങ്ങനത്തെ ഒരാളായതുകൊണ്ട് എനിക്ക് ഇതിനകത്ത് സ്പേസ് ഇല്ല എന്ന് പറയുന്നതിന് വേണ്ടി പറയാതെ പറയുന്ന തരൂരിനെ നമ്മൾ കാണുന്നത്. ഇത് അംഗീകരിച്ചാൽ മതി. ഇപ്പോൾ വലിയ ചർച്ചയായല്ലോ. എന്നാൽ പുറത്താക്ക്, എന്നെ അങ്ങ് പുറത്താക്കാൻ പറ്റുമോ? പുറത്താക്കിയാൽ തീർന്നു. ആരുണ്ട് ഇതിനകത്ത്? ആ രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഒരുപക്ഷെ നാളെ കാലത്ത് ഇത് വീണ്ടും വിപുലീകരിക്കുമ്പോൾ, ഒരുപക്ഷെ നാളെ കാലത്ത് ഇദ്ദേഹത്തെ ഈ ഒരു വിഷയം വെച്ച് പുറത്താക്കുമ്പോൾ പല കാര്യങ്ങളും പറയാൻ, അറിയാവുന്ന രീതിയിൽ പറയാൻ, വ്യക്തത വരുത്തി പറയാൻ, തെളിവുകളോടുകൂടി പറയാൻ പറ്റുന്ന ഒരു തരൂരാണ് ഉള്ളത് എന്ന് സോണിയാഗാന്ധി കൊണ്ടുവന്നുകൊണ്ട് സോണിയാഗാന്ധിക്ക് കൂടുതൽ അറിയാം. അന്ന് പറയുന്ന വിശ്വപൗരൻ അദ്ദേഹത്തെ, അതുകൊണ്ടാണല്ലോ സോണിയാഗാന്ധി സെലക്ഷൻ ഒന്നും മോശമില്ല. പക്ഷേ സെലക്ഷൻ മോശമില്ല. അതിനുശേഷം അദ്ദേഹത്തെ ഇട്ട കൂടിന് വലിപ്പക്കുറവുണ്ടായിരുന്നു. അത് തരൂർ നല്ലപോലെ ആ കൂട്ടി കിടക്കുന്ന ആളല്ല തരൂർ, മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ട് തരൂർ തുറന്നടിച്ചാൽ, ഇനിയും തുറന്നു പറയാൻ തുടങ്ങിയാൽ, ഒരുപക്ഷെ സോണിയാഗാന്ധിയെ തുറന്നു കാണിച്ചാൽ, രാഹുൽ ഗാന്ധിയെ തുറന്നു കാണിച്ചാൽ, ആ തുറന്നു കാണിപ്പിന്റെ അപ്പുറത്ത് കോൺഗ്രസ് ഉണ്ടാവില്ല എന്ന് കോൺഗ്രസിന് അറിയാം. അതുകൊണ്ട് തീരുമാനമെടുക്കുന്നതിനകത്ത് കോൺഗ്രസിന് വലിയ ആലോചനകൾ വേണ്ടിവരും എന്നാണ് നമുക്ക് മനസ്സിലാവും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.